ഇന്നലെ വന്ന ഒരു വാർത്തയാണ്. ബാംഗ്ലൂരിൽ മലയാളികളായ യുവതിയും യുവാവും അവർ വിദ്യാർത്ഥികളാണ്, അവിടെ കോളേജിൽ പഠിക്കുന്നതാണ്. രണ്ടുപേരും ട്രെയിൻ തട്ടി മരിച്ചു എന്നുള്ളൊരു വാർത്തയാണ് വന്നത്. ഇപ്പോൾ ഇന്നലെ ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അവർ പ്രണയത്തിലായിരുന്നു, അവർ ചാടിയതാണ് എന്നുള്ള തരത്തിലാണ് ഇന്നലെ ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും അതെന്താണെന്ന് അവർക്ക് മാത്രമേ അറിയുള്ളൂ. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവരുടെ കോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പരിശോധിച്ചാൽ മാത്രമേ ഇതിനെ പറ്റിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു വിവരം കിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴേ നമ്മൾ വിചാരിക്കുന്നത് എന്താ, ബാംഗ്ലൂരല്ലേ, ബാംഗ്ലൂർ ഇങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ ചില ആൾക്കാർ പറയും ബാംഗ്ലൂരിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെമ്പിള്ളേരും ആമ്പിള്ളേരും ഇതുപോലെ തന്നെയാണ്, അവറ്റകൾ പഠിക്കാനൊന്നുമല്ല പോകുന്നത്, അവിടെ പോകുന്നത് അതിന് വല്ലതും വേണ്ടിയിട്ടാണ്. പിന്നെ ചില ആൾക്കാർ പറയുന്നത് ബാംഗ്ലൂരിലല്ലേ, ബാംഗ്ലൂരിലാകുമ്പോൾ പെമ്പിള്ളേരും ആമ്പിള്ളേരും ഇങ്ങനെയാണോ, ഇങ്ങനെയാണ്. ആരാ പറഞ്ഞത് ഇങ്ങനെയാന്ന്? ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നത്, പഠിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ പഠിക്കാൻ പോകണം, അല്ലാതെ പ്രേമിക്കാനല്ല പോകേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, ബാംഗ്ലൂർ പോലെയുള്ള ഒരു സ്ഥലത്ത് പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കൂട്ടുകാർ ഉണ്ടാവും. അതിലെന്ന് പറഞ്ഞാൽ പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ടീമുകളാണ്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഈ വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ കോറമംഗള മടിവാള ഏരിയയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോവായിരുന്നു പബ്ബിലൊക്കെ കയറുന്ന ആൾക്കാരെ കണ്ടാൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട്ടിൽ നിന്ന് വളരെയധികം കഷ്ടപ്പെട്ടിട്ടായിരിക്കും ചില ആൾക്കാരെ പഠിക്കാൻ പെടുന്നത്. പക്ഷെ അവിടെ എത്തിയപ്പോഴേ അവർ ഇതെല്ലാം മറന്നുപോകുന്നു. അതുമാത്രമല്ല, നിങ്ങൾ നമ്മുടെ കൊച്ചിയിലെ കാര്യം തന്നെ എടുക്കാം. ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ന്യൂസിൽ വായിക്കുന്നതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ രാത്രി 1 മണിയോടുകൂടിയായിരുന്നു അപകടം. യുവതിയും ആൺസുഹൃത്തുമാണ് മരിച്ചത്, അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ടത്, പരിക്കേറ്റത് എന്നുള്ള തോതിൽ വാർത്ത. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, എൻ്റെ പൊന്നുമക്കളെ, പഠിക്കാൻ പോയ വിദ്യാർത്ഥികൾക്ക് എന്തിനാണ് 1 മണിക്ക് ഈ ആൺസുഹൃത്തിൻ്റെ കൂടെ ഇതുപോലെ ബൈക്കിൽ കയറി കറങ്ങുന്നത്? കറങ്ങിക്കഴിഞ്ഞാൽ ആകാശം ഇടിഞ്ഞു പോകുന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഈ ബൈക്കുള്ളവൻ, ഈ ആൺസുഹൃത്ത് എന്ന് പറയുന്നവൻ, അവൻ നോർമലാണോ? അവൻ വല്ല എന്തെങ്കിലും തിരികെ വെച്ചിട്ടാണോ പോകുന്നത്? അല്ലെങ്കിൽ ഇപ്പോഴും നമുക്ക് എല്ലാവർക്കും അറിയാം, ആൾക്കാർക്ക് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിലുള്ള മയക്കുമരുന്ന് വരെ കിട്ടാനുള്ള ഒരു നാടാണ് നമ്മളത്. ഇപ്പോൾ 2 ദിവസം മുമ്പ് നല്ലൊരു വണ്ടി, ഒരു ബസ് ഓടിക്കുന്ന ഒരുത്തനാ, അവൻ പറയുന്ന ഫുൾ ടൈറ്റിലാണ് ഓടിക്കുന്നത്. അതൊരുത്തൻ വീഡിയോയിൽ പിടിക്കുകയും ചെയ്തു, ഏതോ തമിഴ്നാട് ബസ്സാണ്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ, ലഹരികൾ നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് എല്ലാത്തിനും വേണം. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്താ അറിയാ, പഠിക്കാൻ വിട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ പഠിത്തത്തിൽ മാത്രമായിരിക്കണം നമ്മളെ ശ്രദ്ധ. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും. പിന്നെ ചില സിനിമ ഊച്ചാളികളൊക്കെ ബാംഗ്ലൂരിൽ പഠിക്കുന്നവരെയൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ മോശക്കാരായിട്ട് ചിത്രീകരിക്കുന്നുമുണ്ട്. അതിലൊന്നും ഒരിക്കലും ഞാൻ യോജിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നല്ല രീതിയിൽ പഠിക്കുന്ന, നല്ല രീതിയിൽ ജോലി വാങ്ങിക്കുന്ന, ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുള്ള സ്ഥലം തന്നെയാണ് ബാംഗ്ലൂരിൽ. അല്ലാതെ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശക്കാരാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ചില ആൾക്കാരെങ്കിലും അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചു പൊളിക്കാനായിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അവരെ കാണണമെങ്കിലാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളൊരു കാര്യം ചെയ്യുക. ഇനി നിങ്ങളുടെ ആരെങ്കിലും അവിടെ പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്യാവശ്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്തൊക്കെ അവരൊന്ന് നിരീക്ഷിക്കണം. കാരണം അവരെവിടെയാണ് പോകുന്നത്, അല്ലെങ്കിൽ അവരെ വഴിതെറ്റിച്ച് ആരെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നുള്ള രീതിയിൽ നിങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിന്തിക്കുകയും വേണം. അല്ല വേറെ ഏതെങ്കിലും ആൾക്കാർ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, ഇല്ലെങ്കിൽ അവരുടെ കൂടെ പോകുന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ബാംഗ്ലൂർ പോലെയുള്ള ഒരു നഗരത്തിൽ, അതിപ്പോഴും നമ്മുടെ കൊച്ചിയിലേക്ക് കൂടി വന്നിട്ടുണ്ട്. നമ്മുടെ മലയാളികൾ തന്നെയാണ്, മലയാളി വിദ്യാർത്ഥികളുടെ ശാപന്നേ ഞാൻ പറയുള്ളൂ. മലയാളികൾ തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് എന്താ അറിയുക, ഒരു കുട്ടീനെ കൊണ്ട് ചേർക്കുമ്പോഴേ ആ ഹോസ്റ്റൽ വാർഡിനെക്കാട്ടി നമുക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ആരെയും അറിയാം, അവിടെ പഠിക്കുന്ന മലയാളികളെയാണ്. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. എന്തിനാണങ്ങനെ? അതായത് ഹോസ്റ്റലിൽ നമ്മളാക്കി കഴിഞ്ഞാൽ ഹോസ്റ്റലിൽ ജീവിക്കുക. അല്ലാതെ ചില അച്ഛനമ്മമാരുടെ എന്താ ചെയ്യുന്നതെന്നറിയാം, ഉയ്യൻ്റെ മക്കളെ നിങ്ങൾ ഹോസ്റ്റലിലെ ഫുഡ് കഴിക്കണ്ട, അയ്യോ ആ ഹോസ്റ്റലിൽ ശരിയല്ല, ആ ഹോസ്റ്റലിൽ ഇങ്ങനെയാണ്, അവിടെ വൈകുന്നേരം 6 മണിക്ക് മുന്നേ അവിടെ കയറണം പോലും, 6 മണി കഴിഞ്ഞായിട്ട് നിങ്ങൾ പുറത്തു വിടത്തില്ല. അതുകൊണ്ട് മക്കളൊരു കാര്യം ചെയ്യും, ഒരു വീടെടുത്തോ. അങ്ങനെ 3-4 ആൾക്കാർ കൂടിയിട്ട് ഒരു വീടെടുക്കും. ഈ ആൾക്കാരിൽ ആരായിരിക്കും നിങ്ങൾക്കറിയാം, ഒരു 3 ആൺപിള്ളേരായിരിക്കും, ഒരു 3 പെൺപിള്ളേരായിരിക്കും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ സമാധാനത്തിൽ ജീവിക്കുന്ന ആൾക്കാരും ഉണ്ട്, അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. കൃത്യമായിട്ടൊന്നും തന്നെ 4 ആൾക്കാരൊക്കെ പെൺപിള്ളേർ റൂം എടുത്ത് അവർ അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ട്, ഭക്ഷണമൊക്കെ വെച്ച് കഴിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള തെറ്റുകളിലേക്കാണ് പോകുക. നമ്മൾ വിചാരിക്കുമ്പോഴെന്താ, ഫ്രണ്ട്സ് അല്ലേ, ഫ്രണ്ട്ഷിപ്പ് അല്ലേ, ഇതല്ലേ അതല്ലേ, മാങ്ങാത്തൊലിയാണ്, ഒരു ഫ്രണ്ട്ഷിപ്പും അല്ല. മനസ്സിലാക്കുക നിങ്ങൾ. അതായത് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്, ഈ കൊണ്ടുപോയിട്ട് ചതിക്കുക എന്നൊക്കെ പറയുന്നില്ല, അത് തന്നെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇനിയൊരു ചതി ആർക്കും പറ്റാൻ പാടില്ല. അല്ലെങ്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരിലെ ഇതിനെ പറ്റിയിട്ട് ഏതോ ഒരു വേട്ടാവളിയൻ വന്നിട്ട് കുറച്ച് നാൾ മുമ്പ് ഓൻ്റെ കാസറ്റ് കടയും പൂട്ടിയിട്ട് പോയി.
അവൻ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ടതാണ് നമ്മൾ. ഏതായാലും അതിലൊന്നും നിങ്ങൾ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അവിടെ പഠിക്കുന്ന കുട്ടികളെല്ലാം മോശക്കാരാണ്, അയ്യോ നാളെ തന്നെ എൻ്റെ മക്കളെ തിരിച്ചു വിളിക്കാം, അങ്ങനെയൊന്നും കരുതണ്ട. ഞാൻ പറഞ്ഞല്ലോ, നല്ല രീതിയിൽ പഠിക്കുന്ന ആൾക്കാർ അവിടെ ഒരുപാടുണ്ട്. അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10% ഒരു 20% ഇങ്ങനെ പോകുന്ന ആൾക്കാരുണ്ട്. എന്താണെന്ന് വെച്ചാൽ കുറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ അടിച്ചുപൊളിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന കുറേ ടീമുകൾ, അവരെയാണ് നിങ്ങൾ സൂക്ഷിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതൊന്നും അറിയുന്നില്ല, അവിടെ എന്താണ് സംഭവിക്കുന്നത്. അതറിയണമെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരള എക്സ്പ്രസ് ഉണ്ടല്ലോ, അതെന്ന് പറയുന്ന കോയമ്പത്തൂർ കഴിയണം. അപ്പോഴും മാത്രമേ നമ്മളെ മലയാളികൾ എങ്ങനെയാണെന്ന് നമ്മൾ അറിയുകയുള്ളൂ. അതായത് മലയാളികൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കാൻ പോകുന്നൊന്നും അല്ല ചിലതെന്ന് പറയുന്നത് അവിടെ ജീവിക്കാൻ വേണ്ടി പോകുന്നതാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് അവിടുത്തെ അടിച്ചുപൊളി ലൈഫ്, ബാംഗ്ലൂരിലെ അടിച്ചുപൊളി ലൈഫിന് വേണ്ടിയിട്ട് മാത്രം പോകുന്ന, അല്ലെങ്കിൽ ഈ തന്തമാരുടെ പൈസ മുടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിൽ ആമ്പിള്ളേരും ഉണ്ട് പെമ്പിള്ളേരും ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, പെമ്പിള്ളേർക്കാണ് ഇതിൽ ഏറ്റവും വലിയൊരു തട്ട് പറ്റുക. കാരണം അവരാണ് എപ്പോഴും ചതിക്കുഴിയിലേക്ക് വിടുക. അവർക്കാണ് ഒന്നും മനസ്സിലാകാത്തത്. അവരോട് പറയുന്ന പല കാര്യങ്ങളുമാണ്. അവരോട് പറയുന്ന കാര്യം എന്താ പറയുക, ഇത് ബാംഗ്ലൂരല്ലേ മോളെ, ബാംഗ്ലൂർ ഇങ്ങനെയാണ്, അതുപോലെ തന്നെ കൊച്ചിയല്ലേ, കൊച്ചി ഇങ്ങനെയാണ്. നമ്മൾ തന്നെ ഓരോ ആൾക്കാർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ധാരണകൾ കൊടുത്തിട്ടുണ്ട്. ആ ധാരണകളാണ് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ജീവൻ പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇത് ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് നാൾ മുമ്പ് കൊച്ചിയിൽ നടന്ന ആ ഒരു സംഭവത്തിൽ രാത്രി 1 മണിക്ക് ഒരു ആൺ സുഹൃത്തും ഒരു പെൺ സുഹൃത്തും പോകുമ്പോൾ അവരുടെ വണ്ടി ഏതൊരു മെട്രോ തൂണിനടിച്ചിട്ട് അവർ 2 പേരും മരിച്ചു. അതിൻ്റെ അടിയിൽ ഒരുപാട് കമൻറ്റുകൾ വന്നിരുന്നു. അതായത് 1 മണിക്ക് എന്തിനാണ് ഈ പെൺകുട്ടി പോയത്? അപ്പോഴെല്ലാവരും പറയുന്നുണ്ട്, മരിച്ചു പോയില്ലടാ അത്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇത് മരിച്ചു പോയവർ പോയി, പക്ഷേ ജീവിച്ചിരിക്കുന്നവരോടാണ് പറയുന്നത്, മക്കളെ നിങ്ങൾ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ പഠിക്കുക, ജോലി ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ജോലി ചെയ്യുക. അതായത് നമ്മളറിയാത്ത ഒരുപാട് ചതിക്കുഴികൾ ഉള്ള സ്ഥലങ്ങളാണ് ഈ 2 സ്ഥലവും. ഈ 2 അല്ല, മിക്ക സ്ഥലങ്ങളിലുവേ. പക്ഷേ ഈ 2 സ്ഥലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഭീതി അധികമാണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലുള്ള ആക്സിഡൻറ്റ് നടക്കുന്നു, അതുപോലെ തന്നെ ട്രെയിൻ തട്ടി മരിക്കുന്നു. ഇപ്പോൾ ആ ഒരു പെൺകുട്ടിയുടെ ഈ അച്ഛനും അമ്മയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടായിരിക്കും അതിനെ അയക്കുന്നുണ്ടാവുക, എത്രമാത്രം പ്രതീക്ഷയായിരിക്കും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇതാണ്, നിങ്ങൾ പഠിക്കേണ്ട കാലത്ത് എന്ന് പറഞ്ഞാൽ പോയിട്ട് പഠിക്കേ. ബാക്കിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നോക്കാം. പിന്നെ ഈ അച്ഛനമ്മ ആരോടും മറ്റുള്ളവരോടും പറയാനുള്ളത്, ബാംഗ്ലൂരല്ലേ, ബാംഗ്ലൂർ ഇങ്ങനെയാണ്, ബാംഗ്ലൂർ അങ്ങനെയാണെന്ന് പറഞ്ഞിട്ടൊരു വലിയ ബാധ്യതകൾ നിങ്ങൾ കുട്ടികളുടെ തലയിൽ വെച്ച് കൊടുക്കാതിരിക്കുക. അതായത് അവിടെയൊന്നും ഒറ്റയ്ക്ക് നടന്നു എന്ന് വിചാരിച്ചിട്ട് ആരും പിടിച്ചുകൊണ്ട് പോകത്തൊന്നുമില്ല. അവിടെ ഒരുത്തനെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഓനെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഒരു സമാധാനമുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്തിനങ്ങനെ ഏൽപ്പിക്കുന്നത് എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ചോദിക്കുന്നതാണ്. അവിടെ വാർഡനെയും മറ്റേവരെയും വിശ്വാസമില്ല. ഇങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങളെ ഏൽപ്പിക്കുന്നത് എന്തിനാ? അത് ഇങ്ങനെയുള്ള ആൾക്കാരെ ഏൽപ്പിച്ച് കഴിഞ്ഞാലും ഇതൊരു വലിയ ചതിയിലേക്കാണ് പോവുക. കാരണം അവൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് ആർക്കും അറിയില്ല. നമ്മളിനി എന്തൊക്കെ ഇത് നാട്ടിൽ നല്ലവനായി കഴിഞ്ഞാലും അവിടുന്ന് തലതിരിയാൻ വേണ്ടിയിട്ട് 1 മണിക്കൂറേ വേണ്ടൂ. 1 മണിക്കൂറുണ്ട്, 1 മിനിറ്റ് മതി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പഠിക്കാൻ പോയി കഴിഞ്ഞാൽ പഠിക്കുക, വീട്ടുകാർ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെടുത്ത് തലയിൽ വെക്കാതിരിക്കുക. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്സുകളെല്ലാം കൂടി പോയിട്ട് പുറത്ത് വീടെടുക്കട്ടെ, അങ്ങനെയുള്ള പരിപാടികളൊക്കെ പരമാവധി ഒഴിവാക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള ചതിക്കുഴികൾ പിന്നെന്ന് പറഞ്ഞാൽ തോന്നുമ്പം കയറി വരുന്നത്, തോന്നുമ്പോൾ വന്നാൽ മതി, ആരും ചോദിക്കാനും പറയാനുമില്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒരിക്കലും നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ അയക്കരുത്. അതായത് ചോദിക്കാനും പറയാനും എല്ലാത്തിനും ആൾ വേണം. പഠിക്കേണ്ട സമയത്ത് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ പിന്നീട് എന്ന് പറഞ്ഞ എവിടെയെങ്കിലും പോയിട്ട് ചോദിക്കാനും പറയാനും ആളിയാത്ത സ്ഥലത്ത് നമുക്ക് ജീവിക്കുമ്പോൾ വിദ്യാഭ്യാസങ്ങളിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നന്ദി, നമസ്കാരം.